ഓൺലൈൻ മീറ്റിംഗ് ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഇത് കാണുന്ന ശ്രവിക്കുന്ന എല്ലാവർക്കായിട്ടും ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. ദൈവവചനം പഠിക്കാൻ ലഭിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ്. റോമാലേഖനത്തിൽ നിന്നുള്ള വിവിധ കാര്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്പം പോലും സമയം നഷ്ടപ്പെടുത്താതെ തന്നെ ഞാൻ ഇന്നത്തെ ദൈവവചന ചിന്തനങ്ങൾക്കായിട്ടും അതുപോലെ തന്നെ പഠനങ്ങൾക്കുമായിട്ട് ഞാൻ സമയങ്ങളെ മുന്നോട്ട് വേർതിരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ചില ആഴ്ചകളായി, മേ ബി ഒന്നര മാസമായി അല്ലെങ്കിൽ ഒരു 2 മാസത്തോളമായി നമ്മൾ റോമാലേഖനത്തിന്റെ 1-ാം അധ്യായം മാത്രമാണ് കവർ ചെയ്തത്. ഓരോ ഭാഗങ്ങളും വളരെ സാവധാനത്തിൽ നമ്മൾ മുന്നോട്ട് പഠിച്ചു പോകാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ആ നിലയിൽ നമ്മളത് ക്രമീകരിക്കുന്നത്. ഇന്ന് നമ്മൾ 2-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ അധ്യായങ്ങളിലെല്ലാം നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചത്, കണ്ടത് റോമാ സഭയിലുള്ള ചില ജനങ്ങളുടെ പ്രതികരണത്തിനോടുള്ള ബന്ധത്തിൽ പൗലോസ് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻസോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാരംഭ ഔട്ട്ലൈനിങ് ആണ്, ഒരു പ്രാരംഭമായിട്ടുള്ള ചില ഇൻട്രഡക്ഷൻസ് ആണ് നൽകിക്കൊണ്ടിരുന്നത്. പ്രധാനമായിട്ടും ലേഖനങ്ങൾ എഴുതുന്നതിന്റെ പശ്ചാത്തലം ഞാൻ മുൻപ് ഓർപ്പിച്ചിരുന്നു. അതെല്ലാം ഓരോ എൻക്വയറീസ് അല്ലെങ്കിൽ സഭ നേരിടുന്ന ചില വിഷയങ്ങൾ, ചോദ്യങ്ങൾ, ഇതൊക്കെ റിസോൾവ് ചെയ്യാൻ സഭാ മൂപ്പന്മാർക്ക് കഴിയാതിരിക്കുമ്പോഴും അല്ലെങ്കിൽ അതിന് കൃത്യമായ ദൈവജനാടിസ്ഥാനത്തിലുള്ള ദൈവശാസ്ത്രപരമായിട്ടുള്ള മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ ദൈവാത്മാ നിയോഗത്താൽ പൗലോസ് ഓരോ സഭകൾക്ക് അവർ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളും മുന്നിൽ അവർ ഉണ്ടാകുന്ന അവരുടെ വാഗ്വാദങ്ങൾ, അവരുടെ ചർച്ചകൾ, അവരുടെ ചോദ്യങ്ങൾ, ഇങ്ങനെയുള്ള പല വിഷയങ്ങൾക്ക് മറുപടി നൽകുക എന്നുള്ളതാണ് പൗലോസ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് വി ആർ ജസ്റ്റ് വീവിങ് എ വൺ സൈഡ് ഓഫ് ദി ക്വസ്റ്റ്യൻസ്, ദ എൻക്വയറീസ്, ദ ക്വയറീസ് ദാറ്റ് ദി ചർച്ച് ഹാഡ്. ആ സഭയ്ക്കുണ്ടായിരുന്ന ചോദ്യങ്ങൾ, സഭ നേരിടുന്ന വെല്ലുവിളികൾ, സഭയിൽ ഉണ്ടാകുന്ന ചർച്ചകൾ, സഭയുടെ മുന്നിലേക്ക് വരുന്ന ആശയക്കുഴപ്പങ്ങൾ, ഇങ്ങനെയുള്ള പല വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കുക എന്നുള്ളത് കൂടെയാണ് പൗലോസ് ലേഖനങ്ങളിലൂടെ പ്രസ്താവിക്കുന്നത്. So keeping that in mind, the first chapter was dealing with Paul was generally looking into the arena of people in Rome. റോമിലുള്ള ആളുകളുടെ മനസ്സും അവരുടെ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തുകയായിരുന്നു. പലപ്പോഴും റോമാ സഭ നേരിടുന്ന ഒരു വലിയ പ്രശ്നം, കാരണം സഭ ദേശത്ത് നിൽക്കുമ്പോൾ സഭയ്ക്ക് പുറത്ത് നടക്കുന്ന അരാജകത്വം, സഭയ്ക്ക് പുറത്ത് നിൽക്കുന്നതായ പാപ സ്വഭാവങ്ങൾ, സഭയ്ക്ക് പുറത്ത് കാണുന്ന ചില ദുരുപദേശങ്ങൾ, ഇതെല്ലാം ഒരു പരിധിവരെ സഭയിലേക്ക് ആഞ്ഞടിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ദൈവം എങ്ങനെയാണ് അതിനെ ന്യായം വിധിക്കുന്നത്, ദൈവം അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള വിഷയമാണ് പൗലോസ് തൻ്റെ 1-ാമത്തെ അധ്യായത്തിലൂടെ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ പൗലോസിന്റെ പ്രതിപാദനങ്ങളുടെ സ്പോട്ട്ലൈറ്റ് അല്ലെങ്കിൽ ടു ഹും ഇറ്റ് ഈസ് കൺസേൺഡ് എന്നുള്ള വിഷയം കുറച്ചുകൂടെ പൗലോസ് സഭയിൽ ഉള്ളിലുള്ള യഹൂദ വിശ്വാസികളായ ആളുകളിലേക്ക് തിരിക്കുകയാണ്. സോ അവിടെ ചില ആളുകൾ, നമുക്കറിയാം, ഇവർ പറയുന്നത് അല്ലെങ്കിൽ സഭയിലുള്ള ആളുകൾ പറയുന്നത് പുറത്തെ ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്, ദൈവം അവരെ എങ്ങനെ ന്യായം വിധിക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ ഏകദേശം 10-23 പാപത്തിന്റെ പട്ടികകൾ തന്നെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹോമോസെക്ഷുവാലിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ പാപപ്രവർത്തികളും നേരിടുമ്പോൾ ഈ സഭയിലുള്ളവരൊക്കെ ഇതിനെ നോക്കിക്കണ്ടിട്ട് ദൈവം അവരെ ന്യായം വിധിക്കുന്നത് എങ്ങനെയെന്നുള്ള ഒരു വലിയ ചിന്ത ഇവരെ ഭരിക്കുമ്പോൾ ദൈവം തീർച്ചയായിട്ടും അതിനെ ന്യായം വിധിക്കുമെന്ന് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവ ആത്മാവിന്റെ പ്രേരണയാൽ പൗലോസ് അത് വ്യക്തമാക്കുകയാണ്. എന്നാൽ ചില ആളുകൾ അന്നേരവും അവരുടേതായ മോറൽ വാല്യൂസ് അനുസരിച്ച് ജീവിക്കുന്നവരും ആ സമൂഹത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് പ്രകാരം നോക്കുമ്പോൾ അവർ മറ്റു പാപങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്നതായ ഇമ്മോറാലിറ്റീസ് ഒന്നും ജീവിതത്തിൽ ചെയ്യാതെ
മോറൽ വാല്യൂസ് നോക്കി ജീവിക്കുന്നവരുണ്ട്. എന്നാൽ അവരെയും എന്ത് ചെയ്യുന്നുണ്ട്? യഹൂദന്മാർ പിൻ പോയിന്റ് ചെയ്തിട്ട് അവരും ദൈവത്തിന്റെ ന്യായവിധി അവർക്കുണ്ടാകും, ദൈവ ന്യായവിധി അവരുടെ ജീവിതത്തിലും ഉണ്ടാകും എന്ന നിലയിൽ ഈ ചില ആളുകൾ വളരെ ജഡ്ജ്മെന്റൽ ആയിട്ട്, അല്ലെങ്കിൽ സഭയിലുള്ള ഈ റോമാ സഭയിലുള്ള ആളുകൾ വളരെ ജഡ്ജ്മെന്റൽ ആയിട്ട് അവർക്ക് നേരെ വിധി കൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പൗലോസ് ഒന്നാമത്തെ വാദത്തിൽ ഈ പുറത്തു നിൽക്കുന്ന വ്യക്തികളോടുള്ള ബന്ധത്തിലുള്ള ദൈവിക ന്യായവിധിയും കോപത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അടുത്തത് നേരെ പ്ലേറ്റ് അല്ലെങ്കിൽ നേരെ അതിന്റെ സ്പോട്ട് ലൈറ്റ് തിരിച്ചിരിക്കുന്നത് ഈ സഭയിൽ ഉള്ള ജനത്തിന്റെ നടുവിലേക്ക് തന്നെയാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ സഭയിലുള്ള ആളുകൾ അവര് ഈ പുറത്തുള്ള ആളുകളുടെ പാപം കണ്ടില്ലേ, അവരെ കണ്ടില്ലേ, അങ്ങോട്ട് നോക്കിക്ക് അവരുടെ പാപം കണ്ടില്ലേ എന്ന് പറഞ്ഞ് വളരെ ജഡ്ജ്മെന്റൽ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ അകത്തുള്ള ആളുകൾ ഈ ഔട്ട്വേർഡ്ലി ഇങ്ങനെയുള്ള പാപമൊന്നും ചെയ്തില്ലെങ്കിൽ കൂടി ഉള്ളിൽ അവർ പാപത്തിന്റെ അനുഭവങ്ങൾ പേറി നടക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ആള് പരസംഗം ചെയ്യുന്നുണ്ടാകാം, പുറത്തുള്ള ആള് ഹോമോസെക്ഷൽ ആയിരിക്കാം, പുറത്തുള്ള ആള് കൊലപാതകം ചെയ്യുന്ന ആളായിരിക്കും, എന്നാൽ അകത്തെ ആള് മേ ബി അതൊന്നും താൻ ഔട്ട്വേർഡ്ലി ചെയ്യുന്നില്ലെങ്കിലും ഹൃദയം കൊണ്ട് ഈ പാപങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, ഹൃദയം കൊണ്ട് കൊലപാതകം ചെയ്യുന്നുണ്ട്, ഹൃദയം കൊണ്ട് പരസംഗം ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള പാപം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ജീവിക്കുന്ന യഹൂദ വിശ്വാസികൾക്ക് നേരെ തിരിഞ്ഞിട്ട് പ്രൈസ് ദി ലോർഡ് ദൈവവുമായിട്ടുള്ള യഥാർത്ഥമായ ബന്ധമില്ലാതെ, പ്രൈസ് ദി ലോർഡ് ദൈവവുമായിട്ടുള്ള കൃത്യമായ ബന്ധം പുലർത്താതെ അവര് ദേ സിംപ്ലി ലീവ് എ ലൈഫ് ഓഫ് എ ഹിപ്പോക്രിറ്റ്. അപ്പോൾ ഈ രണ്ടാം അധ്യായം ഈസ് റൈറ്റ്ലി Paul is dealing with the emphasis of how God is going to judge, God's judgment of the hypocrite, God's judgment towards the hypocrite. അപ്പോൾ രണ്ടാം അധ്യായം അതാണ് പ്രധാനമായിട്ട് നമ്മളോട് പ്രതിപാദിക്കുന്നത്. സോ ഈ മനുഷ്യരെല്ലാം ഒന്നാം അധ്യായത്തിലെ ആളുകളെ നോക്കി, അല്ലെങ്കിൽ റോമാ സഭയിലുള്ള ആളുകൾ they understood that the people who lived inside the church are guilty, but Paul is trying to mention that you are also guilty in another sense. Maybe the people in the outside would be guilty of what they have done in an outward sense, and you too are also guilty of the same sin inwardly. Praise the Lord. So ഒന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പാപപ്രവർത്തികളെല്ലാം ചെയ്ത മനുഷ്യർ എങ്ങനെയാണോ ദൈവകോപത്തിനിരയായി തീരുന്നത്, അതേ അളവിൽ തന്നെ ദൈവകോപത്തിനും ദൈവന്യായവിധിക്കും you too also will be condemned because you live a life of a hypocrite. Praise the Lord. അപ്പോൾ ഈ രണ്ടാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ is giving us an impression or giving us a picture of how God is judging the people with hypocrite. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കപടഭക്തി എന്ന് പറയുന്നത് അന്നും ഇന്നും ദൈവസഭകളിൽ കാണുന്ന ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ഈ മനുഷ്യർ വളരെ ഔട്ട്വേർഡ്ലി, അല്ലെങ്കിൽ അവർ വളരെ വിശുദ്ധരാണെന്ന് കണ്ടുകൊണ്ട് പുറമേ നടക്കുന്നതായ പാവപ്രവൃത്തികളെ ജഡ്ജ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്, പൗലോസ് അവരോട് പറയുകയാണ്, നിങ്ങളും എന്ത് ചെയ്യരുത്, നിങ്ങൾ പുറത്തുള്ളവരെ എന്ത് ചെയ്യുക, അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവരെ നിനക്ക് പ്രതിവാദം പറവാൻ ഇല്ല എന്ന് പറഞ്ഞ് പൗലോസ് തന്റെ പ്രതിവാദനം അവിടെ ആരംഭിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. So we will just look into some realities or some truth with regard to the God's judgment of the hypocrite. ഒരു ഹിപ്പോക്രൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? കപടഭക്തി. യെസ്, ദൈവത്തിന്റെ മുന്നിൽ വരുന്ന കപടഭക്തിക്കാരായ ആളുകളോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ന്യായവിധിയുടെ ചില പ്രകൃതങ്ങൾ നമുക്ക് ഇന്നത്തെ ബൈബിൾ സ്റ്റഡിയില് തുടർന്നുള്ള വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. പ്രൈസ് ദി ലോർഡ്. So the first thing that Paul is trying to say is
the reason for God's judgment towards the hypocrite. ഈ കപടഭക്തിക്കാരായ ആളുകൾക്ക് നേരെയുള്ള ദൈവത്തിന്റെ ന്യായവിധിക്കുള്ള കാരണം, അത് 1-ാമത്തെ വാക്യം മുതൽ 5-ാമത്തെ വാക്യം വരെ നമ്മൾ ശാന്തമായിട്ടൊന്ന് വായിച്ചു നോക്കുമ്പോൾ we will be able to understand why God is judgment, or why there is a judgment towards a hypocrite. ഒരു കപടഭക്തിക്കാരന് നേരെ എന്തുകൊണ്ട് ദൈവം ന്യായം വിധിക്കുന്നു? ബിക്കോസ് ഒന്ന് നമ്മൾ കാണാൻ കഴിയുന്നത് ദി സിൻഫുൾനെസ് ഓഫ് ദി ഹിപ്പോക്രൈറ്റ്. അതെ, പാപം പ്രവർത്തിക്കുന്ന, പാപമംഗുലമായ ഒരു കപടഭക്തിക്കാരെയാണ് റോമാലേഖനത്തിൽ പൗലോസ് മുന്നിൽ കാണുന്നത്. എന്ന് പറയുമ്പോൾ കപടഭക്തിയുടെ ഒരു പ്രത്യേകത, they will pretend like they are very holy. അവർ വളരെ വിശുദ്ധരാണ് എന്ന് അവർ നടിക്കുന്നുണ്ട്, എന്നാൽ they are not that holy. Praise the Lord. അവർ ഓപ്പൺ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ചെയ്യുന്നത് ഓപ്പൺലി ആണ്. അവര് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ വായിച്ചതുപോലെ അവർ ചെയ്യുന്ന ഈ പാപത്തിന്റെ പ്രവൃത്തികളൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് അവരത് പ്രവർത്തിക്കുന്നുണ്ട്. അവരെ ഷ്യൂർലി ഒരാൾക്ക് മനസ്സിലാവും ഇവൻ ഒരു പാപിയാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാം. എന്നാൽ ഹിപ്പോക്രൈറ്റ്, കപടഭക്തിക്കാരുടെ കാര്യം, അവർ പാപം ചെയ്യുന്നുണ്ട്, ബട്ട് ദേ ആർ നോട്ട് ഡൂയിങ് ദാറ്റ് സിൻ ഓപ്പൺലി. പ്രൈസ് ദി ലോർഡ്. അതാണ് കപടഭക്തിക്കാരുടെ പ്രത്യേകത. അവര് പ്രൈസ് ദി ലോർഡ് പലരെയും ചൂണ്ടുന്നുണ്ട്, എന്നാൽ അവരുടെ ഉള്ളിലും ഒരു പാപത്തിന്റെ അനുഭവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പാപം അവരും ചെയ്യുന്നുണ്ട്. സോ they may not be doing a open sin, but will have the same treatment with how God has been dealt with the people outside. അപ്പോൾ പൗലോസ് ഒരു കാര്യം ഇവരോട് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കും ഈ പുറത്ത് ഉള്ള ആളുകൾ, കുരുളക്കാർ, ദൈവദോഷികൾ, അസൂയക്കാർ, ബിംബാരാധികൾ, അവിടെ പറയുന്ന പലവിധ കൂട്ടം ആളുകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. അവർക്ക് ഉണ്ടാകാൻ പോകുന്ന ന്യായവിധിയുടെ അതേ അളവിൽ തന്നെയാണ് you will be also doomed, or you will be also damned under the wrath of God. അല്ലെങ്കിൽ ദൈവത്തിന്റെ ജഡ്ജ്മെന്റിന് മുമ്പിൽ നിങ്ങളും അകപ്പെടേണ്ടവരാണ്. സോ ഇവിടെ the reason for why these hypocrites are being judged by God എന്നും ചോദിച്ചാൽ, അവരെ തന്നെ they assume themselves in the place of God in judging. അതായത് മനുഷ്യനെ ന്യായം വിധിക്കാൻ മനുഷ്യനെ ആരും ദൈവം മനുഷ്യനെ ഭരമേൽപ്പിച്ചിട്ടില്ല. ഒരു മനുഷ്യനെ ന്യായം വിധിക്കാനായിട്ട് ദൈവം ആരെയും നിയോഗിച്ചിട്ടില്ല. അപ്പോൾ ദൈവമാണ് മനുഷ്യന്റെ നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ്, ദൈവമാണ് മനുഷ്യന്റെ പ്രവൃത്തികളെ തിരിച്ചറിഞ്ഞിട്ട് അവന് ന്യായം വിധിക്കുന്നത്. എന്നാൽ ഈ ഹിപ്പോക്രിറ്റ്സ് എന്താ ചെയ്യുന്നത്? ദൈവത്തിന്റെ ജോലി അവരേറ്റെടുത്തിട്ട് അവരാണ് ന്യായം വിധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാമല്ലോ, ചില കപടഭക്തിക്കാരുടെ ഒരു ലക്ഷണം അതാണ്. അവരാണ് ന്യായം വിധിക്കുന്നത്. നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് നാശം ഇതാണ്, നിങ്ങൾക്കുണ്ടാകുന്ന ശിക്ഷ ഇതാണ് നിങ്ങൾക്കുള്ള ദൈവിക മറുപടി എന്ന നിലയിൽ ഈ കപടഭക്തിക്കാർ റീപ്ലേസ് ദി പ്ലേസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സ്ഥാനം തന്നെ എന്ത് ചെയ്യുന്നു? അത് മാറ്റി. ദൈവം എന്താണ്? ദൈവം ന്യായാധിപനാണ്, ദൈവം സർവാധിപനാണ്, ദൈവം സകലത്തിൽ ന്യായം വിധിക്കുന്നു. അപ്പൊ ദൈവം ന്യായം വിധിക്കുന്ന ദൈവിക പ്രവൃത്തിയെ അവർ ഏറ്റെടുത്തുകൊണ്ട് replace, or they place them in the place of God in judging. Praise the Lord. ഈ ഒരു കാരണം സത്യത്തിൽ അതാണ് വാസ്തവത്തിൽ അവരെ എന്ത് ചെയ്തത്? പ്രൈസ് ദി ലോർഡ്. ഒരു കപടഭക്തിയുടെ അല്ലെങ്കിൽ കപടഭക്തിയുടെ ഒരു ജഡ്ജ്മെന്റിലേക്ക് അവരെ അതിലെ ന്യായം വിധിക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. ഒരു കാര്യം ഓർക്കുക, നമ്മൾ when we are judging, we are also guilty before God. നമ്മൾ ദൈവത്തിന് മുമ്പാകെ അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കുറ്റം വിധിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, വി ആർ ഓൾസോ ഗിൽറ്റി ബിഫോർ ഗോഡ്. നമ്മൾ ഒരാളെ ന്യായം വിധിക്കാനായിട്ട് നമുക്ക് ദൈവം അധികാരം തന്നിട്ടില്ല. അങ്ങനെ ന്യായം വിധിക്കുമ്പോൾ നാം എന്ത് ചെയ്യാണ്? അതേ കുറ്റത്തിന് വിധിക്കപ്പെടുന്നവരാണ്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അവർ പുറമെ പാപം ചെയ്യുന്നില്ലായിരിക്കാം, എന്നാൽ ഉള്ളം കൊണ്ട് അവർ പാപം ചെയ്യുന്നു. ഒരു വാക്യം അതിനുവേണ്ടി നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി ഞാൻ പറയാം. ഒന്ന് വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ യേശു തന്നെ അത് കൺഫേം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം മാത്യു ചാപ്റ്റർ 15 വേഴ്സ് 16 ഓൺവേർഡ്സ് ഒന്ന് വായിക്കാമോ? വായിച്ചു തരാമോ? Are you still so dull? Jesus asked them.
Don't you see that whatever enters the mouth goes into the stomach and then out of the body? But the things that come out of the mouth from the heart, and these make a man unclean. For out of the heart come evil thoughts, murder, adultery, sexual immorality, theft, false testimony, slander. These are what make a man unclean. പ്രൈസ് But ദി ലോർഡ്. ഇവിടെ പറയുന്നത് ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു. ദാറ്റ് മീൻസ് ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതെല്ലാം ഈസ് ഈക്വൽ ടു ദ ലിറ്ററൽ സെൻസ്. വ്യഭിചാരത്തിനും പരസംഗത്തിനും മോഷണത്തിനും കള്ളസാക്ഷ്യത്തിനും ദൂഷണത്തിനും എല്ലാം സിമിലർ ആണ്. അതിനെ ദൈവം ഈക്വലി ആണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ കള്ളസത്യം ചെയ്തില്ലെങ്കിലും, അല്ലെങ്കിൽ കൊലപാതകം ചെയ്തില്ലെങ്കിലും, വ്യഭിചാരം ചെയ്തില്ലെങ്കിലും, മോഷണം ചെയ്തില്ലെങ്കിലും, കള്ളസാക്ഷ്യം പറഞ്ഞില്ലെങ്കിലും, ഹൃദയം കൊണ്ട് അത് ചെയ്തെങ്കിൽ that itself is something equal with that who have already done. അത് അതേപോലെ ചെയ്ത വ്യക്തിക്ക് തതുല്യമാണ് എന്ന് യേശു ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ the hypocrites may not be doing a sin outwardly, but they will do with their hearts. അവരുടെ മനസ്സുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അത് ചെയ്യുന്നുണ്ട്. നോട്ട് ഓൺലി ദാറ്റ്, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു പ്രത്യേകത, ഇവരെ ദൈവം ന്യായം വിധിക്കുമ്പോൾ ന്യായകർത്താവായ ദൈവത്തിന്റെ ആ കൃത്യതയാണ് എന്നെ വളരെയധികമായി ഭയപ്പെടുത്തുകയും അപ്പോൾ തന്നെ എന്നെ ഒത്തിരി ചിന്തിപ്പിക്കുകയും ചെയ്തത്. അതായത് ന്യായകർത്താവായ ദൈവം ആരുടെയും മുഖം നോക്കാതെ, നോക്കിക്കേ അതിന്റെ രണ്ടാമത്തെ ഭാഗം, റോമൻസ് ചാപ്റ്റർ 2:2, നോക്കി, എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിന്റെ വിധി സത്യാനുസരണമായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആൻഡ് വി നോ ദ ജഡ്ജ്മെന്റ് ഓഫ് ഗോഡ് റൈറ്റ്ലി ഫോൾസ്. അതാണ് ദൈവവചനം പറയുന്നത്, ഇറ്റ് വിൽ ഫോൾ റൈറ്റ്ലി. ദൈവത്തിന് അളവ് തെറ്റത്തില്ലെന്ന്, ദൈവത്തിന് യാതൊരു ഡിഫറൻസും അതിനകത്തില്ലെന്നുള്ളത്. പ്രൈസ് ദ പ്യൂരിറ്റി ഓഫ് ദ ജഡ്ജ് എന്ന് പറഞ്ഞാൽ, ലോകപ്രകാരം നോക്കുമ്പോൾ ഒരു ന്യായവിധി കർത്താവിന് ഒരുപക്ഷെ ബയാസ്ഡ് ആകാൻ സാധ്യതയുണ്ട്. നമുക്കറിയാമല്ലോ, ഇന്ന് ലോകത്തിലാണെങ്കിലും പല ന്യായവിസ്താരങ്ങളൊക്കെ നടത്തുമ്പോൾ there is a scope for appealing for it. അതിനു വേണ്ടി അപ്പീൽ ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. കാരണം ഒരു ന്യായകർത്താവ് ചിലപ്പം പറയുന്നതിനകത്തുള്ള പിഴവുകൾ ഉണ്ടെങ്കിൽ, അതിനകത്ത് എന്തെങ്കിലും ഒരു ബയാസ് ഉണ്ടെങ്കിൽ, he can go to the upper court, ഒരു ഉയർന്ന കോടതിയിലേക്ക് പോയി അതിനെ അപ്പീൽ ചെയ്യാം, ചോദ്യം ചെയ്യാം, ന്യായകർത്താവിന്റെ വിധിയെ ചോദ്യം ചെയ്യാം. എന്നാൽ ഇവിടെ നോക്കിക്കേ, നമ്മുടെ കർത്താവ് ന്യായം വിധിക്കുമ്പോൾ he is very clear with a pure sense. അവിടെ പറയുന്നത്, ഇവിടെ വായിക്കുന്നത് സത്യാനുസരണമായി, with a rightful way. Praise the Lord. So ദൈവത്തിന്റെ മുന്നിൽ ദൈവം ന്യായം വിധിക്കുമ്പോൾ he judged with a pure heart, and the purity of the judge is very clear. Same judgment for both the wicked and the hypocrite. ദൈവം ഒരിക്കലും പറയത്തില്ല, ഇന്നാര് ദൈവസഭയ്ക്ക് വേണ്ടി ഇത്ര രൂപയൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇച്ചിരി കയ്യിൽ ഇച്ചിരി കുരുത്തക്കേടൊക്കെ ഉണ്ട്, എന്നാലും അവന് നല്ല ഒത്തിരി സംഭാവനയൊക്കെ ചെയ്തിട്ടുള്ള ആളല്ലേ, നമുക്കെന്നാ അയാളെ ഒന്ന് സൈഡ് വഴി ഒന്ന് വിടാം. ഇല്ല, ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ദൈവം എങ്ങനെയാണോ ഈ പുറത്ത് നിൽക്കുന്ന കൊലപാതകനെയും അസൂയക്കാരനെയും കുരുളക്കാരനെയും മറ്റാളെ എങ്ങനെയാണോ ജഡ്ജ് ചെയ്തത്, അതേ ലെവലിൽ, അതാണ് ഈ വാക്യം പൗലോസ് പറയുന്നത്, സത്യാനുസരണമായി, വിത്ത് എ റൈറ്റ്ഫുൾ വേ ഹി ഈസ് ഡൂയിങ് ഹിസ് ജഡ്ജ്മെന്റ്. സോ ദൈവം വളരെ പ്യുവറാണ് ആ കാര്യത്തിൽ. അപ്പോൾ നമ്മൾ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം അതാണ്, നമ്മൾ എത്രമാത്രം നമ്മുടെ ഉള്ളിൽ കപടതയും കപടഭക്തിയിൽ ആശ്രിതമായി നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴും നാം അറിയാതെ, പുറത്ത് ആരും അറിയാതെ നമ്മുടെ ഉള്ളിൽ വരുന്ന പാപത്തിന്റെ പരിണത ഫലമായി ദൈവം ന്യായം വിധിക്കുമ്പോൾ നമ്മൾ ചെയ്തതായ, നമ്മൾ സംഭാവന കൊടുത്തതോ, നമ്മൾ ദശാംശം അടച്ചതോ, നമ്മൾ ചെയ്തതൊന്നും ദൈവം പരിഗണിക്കുന്നില്ല. ദൈവം ഓരോ നിലയിലാണ് അതിനെ പരിഗണിക്കുന്നതെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല അവിടെ കാണുന്ന ഒരു കാര്യം, മൂന്നാമത്തെ വാക്യം, unless we have a rightful vital relationship with God, we are doomed for a God judgment. ദൈവവുമായിട്ട് നമുക്ക് ബന്ധമില്ലാതെ വേണമെങ്കിൽ നമുക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാം, പാടാം, നമുക്ക് പ്രസംഗിക്കാം, നല്ല ബൈബിൾ സ്റ്റഡി ഒക്കെ നടത്താം, ഇതെല്ലാം നമുക്ക് ചെയ്യാം. ബട്ട് അൺലെസ് ആൻഡ് അണ്ടിൽ we are not in a right relationship with God,
പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ചില ആളുകളൊക്കെ വളരെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രാപ്തിയുള്ളവരാണ്, എന്നാൽ പിന്നത്തെ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ച് അകന്നു പോയ അനേകവധി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ദേ ആർ ഗുഡ് ഇൻ സ്പീച്ച്, ദേ ആർ ഗുഡ് ഇൻ, ഇപ്പൊ ഒരു അവതരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിക്ക് അവർ ചെയ്യും, പക്ഷെങ്കിൽ സംടൈം ദേ ആർ ഓൾസോ കവേർഡ് അണ്ടർ ദി ഹിപ്പോക്രസി. അപ്പോൾ ദൈവം നോക്കുന്നത് പ്രൈസ് ദി ലോർഡ്, നാമും ദൈവവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്. അതിന് വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു നല്ല ഉദാഹരണം എന്റെ മനസ്സിൽ വരുന്നത്, ഈ മുടിയനായ പുത്രന്റെ കാര്യം പറയുമ്പോൾ നമ്മളെല്ലാരും പറയുന്ന മുടിയനായ പുത്രനായിരുന്നു ഈ ലോകത്തിൽ ഏറ്റവും വലിയ പാപം ചെയ്ത ആള്, അവനെ ദൈവം ശിക്ഷിച്ചു മടക്കി കൊടിച്ചു മടക്കി വീട്ടിലോട്ട് കൊണ്ടുവന്നു എന്നൊക്കെ നമ്മൾ പ്രസംഗിക്കുകയും നമ്മൾ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മുടിയനായ പുത്രൻ ശരിയാണ്, വാസ്തവത്തിൽ ഹി വാസ് എ സിന്നർ ഔട്ട്വേർഡ്ലി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മുൻപാകെ നോക്കുമ്പോൾ അവൻ അപ്പന്റെ സ്വത്തെല്ലാം തിന്നു മുടിച്ച് നശിപ്പിച്ച് അവസാനം ദൈവത്തോട് പാപം ചെയ്ത് ഏറ്റു പറഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അപ്പൻ അവനെ സ്വീകരിച്ചു. എന്നാൽ അവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, അവിടെ അപ്പൻ തന്റെ ഈ മുടിയനായ പുത്രന്റെ സഹോദരൻ ചെന്നിട്ട് അപ്പന്റെ അടുക്കൽ ചെന്നിട്ട് ഈ മകനോട് കാണിക്കുന്ന വാത്സല്യ സ്നേഹത്തെ കുറിച്ച് ഈ സഹോദരൻ പറഞ്ഞപ്പോൾ അവിടെ ആ സഹോദരനെ കുറിച്ചുള്ള ഒരു ദൈവിക നിർണയവും അവിടെ നമ്മൾ വായിക്കുന്നു. എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷമാണെന്ന് തോന്നുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം, ഇൻഫാക്ട് അതായിരിക്കണമെന്ന് ചിന്തിക്കുന്നു. ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നതാണ്, ഒന്ന് നോക്കുകയാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 15-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യം, അത് തന്നെ. അപ്പോൾ വായിച്ചു വരുമ്പോൾ വായിക്കുമ്പോൾ 22-ാമത്തെ വാക്യം കഴിഞ്ഞ് 24, 25-ാമത്തെ വാക്യം. അവന്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ വന്ന് വീടിനോട് അടുത്തപ്പോൾ വാദ്യവും നൃത്താഘോഷവും കേട്ടു. അങ്ങനെ താഴോട്ട് വായിച്ചു. അപ്പോൾ അവൻ കോപിച്ചു, അകത്ത് കടക്കുവാൻ മനസ്സില്ലാതെ നിന്ന് അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. അവനോട്, ഇത് ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എന്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ട നീ ഒരിക്കലും എനിക്ക് ഒരാട്ടുകുട്ടിയെ തന്നിട്ടില്ല എന്ന് അവനോട് പറയുന്നു. അതിന് അവൻ അവനോട്, മകനെ, നീ എപ്പോഴും എന്നോട് ഇരിക്കുന്നല്ലോ, എന്നുള്ളത് എല്ലാം എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നു. നിന്റെ ഈ സഹോദരൻ മരിച്ചവനായത് വീണ്ടും ജീവിച്ചു, കാണാതെ പോയതിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. ആകയാൽ ആനന്ദിൽ സന്തോഷിക്കേണ്ട ആവശ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞ് അവനോട് സംസാരിക്കുകയാണ്. നോക്കിയേ, ഈ രണ്ടുപേരും എന്റെ ദൃഷ്ടിയിൽ ഒരേ പാപം ചെയ്തിട്ടുണ്ട് ഇവിടെ. ഒന്ന്, മുടിയനായ പുത്രൻ പബ്ലിക്ലി പാപം ചെയ്തു, എന്നാൽ ഈ സഹോദരൻ ഈ പാപം ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടി തന്റെ ഹൃദയത്തിൽ എന്ത് ചെയ്തു? അവനോട് അസൂയ തോന്നി, അപ്പനോട് അസൂയ തോന്നി. സോ ദൈവം നോക്കുമ്പോൾ ദൈവം ഈ കപടഭക്തിയെ ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ദൈവവുമായിട്ടൊരു നിരന്തരമായ വ്യക്തമായ ബന്ധമില്ലാതിരിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് കപടഭക്തി തന്നെയാണ്. നമ്മുടെ സ്തോത്രമോ നമ്മുടെ പ്രാർത്ഥനയോ നമ്മുടെ പാട്ടോ നമ്മൾ ആരാധിക്കുന്നതൊന്നും ആ 4 ചുവരുകളുടെ മുകളിലേക്ക് അത് ചെല്ലുന്നേ ഇല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവം ഈ കപടഭക്തിക്കാരെ ഈ നിലയിലാണ് കൈകാര്യം ചെയ്യുന്നത്. സോ ദ പ്യൂരിറ്റി ഓഫ് ദ ജഡ്ജ് ഇസ് വെരി ക്ലിയർ. മാത്രമല്ല അവിടെ നാം കാണുന്നത് ദൈവത്തിന് എന്തില്ല? മുഖപക്ഷവുമില്ല. ദൈവം ഒരിക്കലും എന്നാൽ ഇന്ന ആൾക്ക് വേണ്ടി നമുക്ക് ഒരു ചെറിയ ക്രമീകരണം ചെയ്യാം എന്നൊന്നും ദൈവം നിർണയിക്കുന്നില്ല. ദൈവത്തിന് മുഖപക്ഷമില്ല. നോക്കിക്കേ, അത് മാത്രമല്ല ഈ മുഖപക്ഷ ഇവിടെ നാം വായിച്ച വേദഭാഗത്തിൽ റോമാലേഖനത്തിൽ അടുത്ത് നമ്മൾ അവിടെ തന്നെ നമ്മൾ കാണുന്നത് അതിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ കപടഭക്തിക്കാരുടെ ഒരു വലിയ ദുരന്തമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് നേരെയുള്ള വലിയൊരു ദുരവസ്ഥ എന്ന് പറയുന്നത്, അവരെല്ലാവരും ദൈവത്തിന്റെ ദയയും കരുണയും ഒക്കെ അനുഭവിക്കുമ്പോൾ അവരുടെ ചിന്ത ഗോഡ് ഈസ് പ്ലീസിങ് അപ്പോൺ മീ, അല്ലെ? അതാ നോക്കിക്കേ, 4-ാമത്തെ വാക്യം അതാ വായിക്കുന്നത്. അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘക്ഷമ എന്നിവയെ നിരസിക്കുന്നു. ദൈവത്തിന്റെ ദയ, ക്ഷമ, ദീർഘക്ഷമ എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? സോ ദേ എൻജോയ് ഡിലൈറ്റ് ഇൻ ദ ബ്ലെസ്സിങ്സ് ഓഫ് ദ ഗോഡ് എന്ന് പറഞ്ഞാൽ, ദൈവം അവരെ ദയ കാണിക്കുന്നു, അവരെ സഹായിക്കുന്നു, അവർ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് മറുപടി കിട്ടുന്നു,
അവർ പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് അത്ഭുത സൗഖ്യമുണ്ടായി. ദാറ്റ് ഡസന്റ് മീൻ ദൈവം നമ്മളോട് വളരെ ഫേവർ ആയിരുന്നു എന്നുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം പൗലോസ് പറയാം, ദൈവത്തിന്റെ ദയയും എല്ലാം നമുക്കും ദൈവം എന്ത് ചെയ്യുന്നു? ചൊരിഞ്ഞു തരുന്നു. ഇവൻ ദോ വി ലീഡ് ഇൻ എ ഹിപ്പോക്രിറ്റിക്കൽ വേ, ഒരു കപടഭക്തിക്കാരനെ പോലെ ജീവിക്കുമ്പോഴും ദൈവം നമ്മളോട് ദയ കാണിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി അനുഗ്രഹങ്ങളെ ചൊരിയുന്നു. അതിനർത്ഥം ദൈവം ദയയും അനുഗ്രഹം കാണിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ പെർഫെക്റ്റ് ആണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയത്തില്ല. അതാണ് ആ വാക്യം കൃത്യമായിട്ട് നമ്മളോട് പറയുന്നത്. അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ എന്ത് ചെയ്യുന്നു? അവന്റെ ദയ, ക്ഷമ, ദീർഘക്ഷമ എന്നിവയുടെ ഐശ്വര്യം നിരസിച്ചുകൊണ്ടിരിക്കുന്നു. അത് എന്ത് ചെയ്യുന്നു? അതെല്ലാം അനുഭവിക്കുകയാണ്. ദയ കാണിക്കുന്നു, ദൈവം ദീർഘക്ഷമ കാണിക്കുന്നു, ദൈവം പരോപകാരം ചെയ്യുന്നു, ദൈവം നമുക്ക് പ്രാർത്ഥനയ്ക്കെല്ലാം മറുപടി തരുന്നു. ഇതെല്ലാം കണ്ടിട്ട് അവര് ഈ നിരീശ്വരവാദി ഈ കപടഭക്തിക്കാരനായ വ്യക്തി എന്ത് ചെയ്യുകയാണ്? പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം പ്രാപിക്കുമ്പോഴും ഞാൻ ദൈവം മുമ്പാകെ പെർഫെക്റ്റ് ആണെന്നുള്ള ചിന്തയിലേക്കാണ് താൻ പോകുന്നത്. എന്നാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? താൻ മാനസാന്തരത്തിന് വേണ്ടി വിധേയപ്പെടുന്നില്ല. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം അനുഗ്രഹവും സമ്പത്തും ഐശ്വര്യവും ഒക്കെ നമുക്ക് തരുമ്പോൾ ദാറ്റ് ഡസന്റ് സാങ്ഷൻ ദാറ്റ് വി ആർ ക്ലിയർ വിത്ത് ഗോഡ്. ദൈവത്തിന് മുമ്പാകെ നമ്മൾ ക്ലിയർ ആണെന്ന് ഒരിക്കലും അത് അടിവരയിട്ട് ഓർപ്പിക്കുന്നില്ല. ദൈവം നമുക്ക് ദീർഘക്ഷമ കാണിക്കുന്നുണ്ട്. ദീർഘക്ഷമ കാണിക്കുക എന്ന് പറഞ്ഞാൽ ദ ഗ്രേസ് ഹീസ് എക്സ്റ്റെൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാപത്തിന്റെ അനുഭവത്തിൽ നിൽക്കുമ്പോഴും ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ മറുപടി തരുന്നുണ്ട്. ദൈവം ക്ഷമിച്ചുകൊണ്ട് നമുക്ക് ഒന്നും അതിന്റെ പേരിൽ ഒരു ശിക്ഷ ഒന്നും തരുന്നില്ല. അതിന്റെ പേരിൽ ഒരു ദൈവകോപം നമ്മുടെ മേൽ വരുന്നില്ല. അപ്പോൾ ദൈവകോപം വരാത്തത് കൊണ്ടും ദൈവശിക്ഷ വരാത്തത് കൊണ്ടും പ്രാർത്ഥിച്ചതിന് മറുപടി കിട്ടിയത് എന്നതുകൊണ്ടും ഒരിക്കൽ പോലും നമ്മൾ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ മുമ്പിൽ ക്ലിയർ ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. മറിച്ച് കപടഭക്തിക്കാരായ മനുഷ്യരോട് ദൈവത്തിന്റെ ആലോചന പൗലോസ് ഓർപ്പിക്കുന്നത് മാനസാന്തരപ്പെടണമെന്ന് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരപ്പെടണമെന്ന് തന്നെ. അതുകൊണ്ട് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഗുഡ്നെസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ നന്മ നമ്മൾ അനുഭവിക്കുമ്പോൾ ദാറ്റ് ഷുഡ് ലീഡ് ടു ദി ലവ് ഓഫ് ഗോഡ്. ദൈവിക നന്മ എൻ്റെ മേൽ തരുമ്പോൾ ദൈവമേ എന്നെ സ്നേഹിക്കുന്നല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ മടങ്ങി വരാനായിട്ടാണ് ദൈവം നമ്മളോട് ആലോചന ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇഫ് വി ആർ ഏബിൾ ടു എൻജോയ് ദ ഗുഡ്നെസ് ഓഫ് ഗോഡ്, ദാറ്റ് മീൻസ് വി ഷുഡ് ലീഡ് ടുവേർഡ്സ് ദി ലവ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സ്നേഹത്തിന് മുമ്പിലേക്ക് നമ്മൾ ചെന്നെത്തണം. Praise the Lord. If we enjoy the goodness of God, ദൈവത്തിന്റെ നന്മ നമ്മൾ അനുഭവിക്കുമ്പോൾ that should lead to serve God. ദൈവത്തെ ശുശ്രൂഷിക്കാനായിട്ട് അത് നമ്മെ സഹായിക്കണം. അപ്പോൾ ദൈവത്തിന്റെ നന്മ നമ്മൾ അനുഭവിക്കുമ്പോൾ that should lead to serve him. ദൈവത്തിന്റെ നന്മ നമ്മൾ അനുഭവിക്കുമ്പോൾ that should lead to seek a relationship with him. ദൈവവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാനായി അത് നമ്മെ സഹായിക്കണം. Praise the Lord. അപ്പോൾ ദൈവം നമ്മളോട് ദീർഘക്ഷമയും ദയയും കാണിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം നമ്മളോട് നന്മ ചെയ്യുന്നത് അവനെ അധികം സ്നേഹിക്കാനായി, അവനെ അധികം ശുശ്രൂഷിക്കാനായി, അവനോട് ചേർന്നിരിപ്പാനായി, അവനുമായി നല്ലൊരു ആത്മബന്ധം നടത്തുവാനായിട്ട്. Praise the Lord. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കണം, the goodness of God's and richness and the blessings of God is not the stamp of God's approval. ദൈവം നമുക്ക് തരാൻ പോകുന്ന അംഗീകാരമല്ല ദൈവത്തിൽ നിന്ന് നന്മ ലഭിച്ചെന്ന് പറഞ്ഞാൽ, ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടെന്ന് പറഞ്ഞാൽ, ദൈവം നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ we don't need to judge or we don't need to be confirmed that God is approving me. ദൈവം എന്നെ അംഗീകരിച്ചു എന്ന് ഒരിക്കലും കരുതരുത്. Praise the Lord. നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടെന്ന് വരും. ദൈവം നമുക്ക് വേണ്ടി ദീർഘക്ഷമ കാണിച്ച് ദയ കാണിച്ച് നമ്മൾ ചോദിച്ചതൊക്കെ തന്നെന്ന് വരും. ദൈവം നമ്മൾ ചോദിച്ചത് തന്നത് കൊണ്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ഞാൻ ദൈവം മുമ്പാകെ പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് ദൈവത്തിന് ഇതെല്ലാം തന്നത്. സോ ഗോഡ്സ് ഗുഡ്നെസ് ഈസ് നോട്ട് എ സ്റ്റാമ്പ് ഓഫ് ഗോഡ്സ് അപ്രൂവൽ. ദൈവം നമ്മളെ അപ്രൂവ് ചെയ്തു എന്നതിന്റെ ലക്ഷണമല്ല ദൈവം നമ്മളോട് ദയയും ദീർഘക്ഷമയും കാണിച്ചത്. പ്രൈസ് ദി ലോർഡ്. 5-ാമത്തെ വാക്യം പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിന്നെ തന്നെ കോപം we are damned by the blessings of God. നോക്കിക്കണം, ദൈവത്തിന്റെ അനുഗ്രഹം നിമിത്തമായി നമ്മൾ എന്ത് ചെയ്യപ്പെടുകയാണ്?
നമ്മൾ ശിക്ഷിക്കപ്പെടാൻ പോവുകയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അത് എത്ര ഗൗരവമായി കാണേണ്ട കാര്യമാണ്. ദൈവം നമ്മളോട് കരുണ കാണിച്ചതും ദയ കാണിച്ചതൊക്കെ അതെല്ലാം ഇങ്ങനെ കൂട്ടി വന്നിട്ട് ലാസ്റ്റിൽ ഇതിന്റെ എല്ലാം വെളിച്ചത്തിൽ ഒരു വലിയ ശിക്ഷയിലേക്ക് പോകാനായിട്ട് ഇരിക്കുകയാണ്. അത് വലിയ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട കാര്യമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കും തോറും, ദൈവം നമ്മെ ആത്മീയമായി ബലപ്പെടുത്തുമ്പോൾ, നമ്മളെ ഭൗതികമായി അനുഗ്രഹിക്കും തോറും, നമുക്ക് പല കാര്യങ്ങൾ ചെയ്യും തോറും ഈ അൺലെസ് ആൻഡ് അണ്ടിൽ വി ആർ നോട്ട് അപ്രൂവ്ഡ് ബൈ ഗോഡ് വിത്ത് എ റൈറ്റ് റിലേഷൻഷിപ്പ്, ദൈവവുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ ഇല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ ഛർദ്ദിച്ചു വെക്കുകയാണ്. നമ്മളിങ്ങനെ കൂട്ടി വെക്കുകയാണ് ഫോർ ദ ഫൈനൽ ഡാം ഓർ ഫൈനൽ അവസാനത്തെ ശിക്ഷയ്ക്കായിട്ട് ഇതെല്ലാം. അപ്പം ഓർത്തോണം, ദൈവത്തിൽ നിന്ന് എത്രമാത്രം കരുണയും കൃപയും ദീർഘസമയം ദയയും അനുഭവിക്കുന്നുണ്ടോ അത്രത്തോളം നാം ദൈവവുമായിട്ട് നമ്മുടെ റിലേഷൻഷിപ്പ് വളരെ ഹൃദ്യമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. അല്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ അനുഭവിക്കുന്ന ദയയ്ക്കും അനുഭവിക്കുന്ന നന്മയ്ക്കും അനുഭവിക്കുന്നതായ സൗകര്യത്തിനും സുഖത്തിനും എല്ലാം അവസാനത്തെങ്കിൽ വലിയ ഒരു ഡാംനെസ്, ഒരു വലിയ ശിക്ഷയിലേക്കാണ് അത് നയിക്കുന്നത് എന്നാണ് പൗലോസ് യഹൂദ സമൂഹത്തോട് അല്ലെങ്കിൽ യഹൂദ ക്രിസ്ത്യാനികളോട് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദയ അനുഭവിക്കുമ്പോൾ, കർത്താവിന് ദീർഘക്ഷമ അനുഭവിക്കുമ്പോൾ വെരി വിജിലായിരിക്കണം, വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം. കർത്താവെ, ഈ ദയ അനുഭവിക്കുമ്പോൾ ഞാനിതിന് യോഗ്യനാണോ? ഈ ദൈവം എനിക്ക് വേണ്ടി നന്മ തന്നപ്പോൾ ഇതിനു വേണ്ടി യോഗ്യനാണോ? ഈ നന്മ തരുമ്പോൾ ഇതിന്റെ പിന്നിൽ ദൈവം എന്ത് ചെയ്യുന്നു? ദൈവത്തോട് ബന്ധപ്പെട്ട് നിൽക്കാൻ ദൈവം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഇഫ് ദാറ്റ് ഈസ് നോട്ട് ഫുൾഫിൽഡ് ഇൻ അവർ ലൈഫ്, അത് നമ്മുടെ ജീവിതത്തിൽ നിവർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ സംഭവിക്കുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഓൾ അക്യുമുലേറ്റിംഗ് ദി ഗോഡ്സ് ഫൈനൽ ജഡ്ജ്മെന്റ് ആൻഡ് wrath. അത് ദൈവത്തിന്റെ മുമ്പാകെ ദൈവകോപത്തിനും ദൈവിക ന്യായവിധിക്കും അത് കനം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു വലിയ ദൈവചിന്ത ഞാൻ നിങ്ങളോട് അവിടെ വെച്ച് കൈമാറാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ കർത്താവിന്റെ ദയയും കർത്താവിന്റെ ദീർഘക്ഷമയൊക്കെ അനുഭവിക്കുമ്പോഴും, പ്രൈസ് ദി ലോർഡ്, ഞാനും എൻ്റെ കർത്താവും തമ്മിൽ നല്ല ബന്ധത്തിലാണോ എന്ന് ഓരോ നിമിഷവും പരിശോധിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുമ്പോൾ പ്രൈസ് ദി ലോർഡ് ചിന്തിക്കരുത്, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ, ഞാനും ദൈവവും നല്ല റാപ്പോയിലാണ്, അതുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥന കേട്ടത്. ഒരുപക്ഷെ അത് അങ്ങനെ ആകാൻ സാധ്യതയില്ല. ദൈവം ദയ കാണിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മറുപടി കാണിക്കുന്നു. ദൈവം നമ്മളോട് ദീർഘക്ഷമ കാണിക്കുന്നത് കൊണ്ട്, ദൈവം നമ്മുടെ പാപത്തിന് അനുഭവം നിലനിൽക്കുമ്പോഴും ദൈവം പക്ഷെ നമുക്ക് പ്രാർത്ഥിച്ച് മറുപടി തരുന്നുണ്ട്. എന്നാൽ ദിസ് ഇസ് ഓൾ അക്യുമുലേറ്റിംഗ്. എത്ര ദയ അനുഭവിക്കുന്നുവോ, എത്ര ദീർഘക്ഷമ അനുഭവിക്കുന്നുവോ, അതെല്ലാം ഈസ് അക്യുമുലേറ്റിംഗ് ടുവേർഡ്സ് ദി ഫൈനൽ wrath. അപ്പോൾ ഇതിന്റെ ഇടയിൽ നമ്മൾ ക്ലിയർ ചെയ്യേണ്ട കാര്യം, കർത്താവ്, ഞാനും നീയുമായിട്ടുള്ള ബന്ധം വളരെ കപടത മാറിയുള്ള ഒരു ബന്ധമായി തീരട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരിക്കലും ആ സഭയിലോ അല്ലെങ്കിൽ പൊതുസമക്ഷത്തിലോ കാണിക്കുന്ന ഒരു ആത്മീയതയ്ക്കപ്പുറത്തായിട്ട് എനിക്ക് എൻ്റെ റിയൽ ലൈഫിൽ കർത്താവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കണമേ. നമ്മുടെ ആൾക്കാരൊക്കെ പലപ്പോഴും സ്പിരിച്വൽ ഷോ ഓഫിൽ ഒത്തിരി മുന്നിലാണ്. നമ്മുടെ ആൾക്കാർ എന്ന് പറയാൻ, ഐ എം ജനറലൈസിങ് ദി ഓൾ ഗ്ലോബൽ കമ്മ്യൂണിറ്റി. സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരു പബ്ലിക് ഡൊമൈനിൽ നമ്മൾ വളരെ സ്പിരിച്വൽ ആണെന്ന് നമുക്ക് തോന്നും. എന്നാൽ ദൈവം നോക്കുന്നത് നമ്മുടെ എല്ലാം പേഴ്സണൽ ലൈഫിലാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ നാം കർത്താവുമായിട്ട് എത്രമാത്രം നമ്മുടെ ഹൃദയം, നമ്മൾ ചിലപ്പോൾ ഉപദേശത്തിൽ വളരെ സ്ട്രോങ് ആയിരിക്കാം, എന്നാൽ നമ്മൾ വളരെ ഉപദേശപരമായ വിഷയത്തിലൊക്കെ കൃത്യമായ നിലപാടുകൾ നമുക്ക് കാണും, കൃത്യമായ ആലോചനകൾ നമ്മൾ കാണും. എന്നാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ദൈവിക ഉപദേശത്തിന്റെ അനുസൃതമായിട്ട് ഞാൻ എത്രമാത്രം അതിൽ നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് പരിശോധിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിലപ്പോൾ വളരെ വിശുദ്ധിക്കും വേർപാടിനും അതുപോലുള്ള കാര്യത്തിനൊക്കെ വളരെ തീഷ്ണമായി നിലപാടുകൾ എടുക്കുമ്പോഴും ഒരു കാര്യം ഓർക്കണം, കർത്താവെ, ഞാൻ എന്നൊരു വ്യക്തിപരമായിട്ട് ദൈവത്തിന്റെ മുൻപാകെ ഈ വിശുദ്ധിയുടെ അളവിൽ ഞാൻ എത്രമാത്രം നിർമ്മലനായിരിക്കുന്നു. ഞാൻ വിശുദ്ധിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ, വിശുദ്ധിക്ക് വേണ്ടി ഞാൻ ആലോചന പറയുമ്പോൾ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആ വിശുദ്ധിയുടെ അനുഭവങ്ങൾ എത്രമാത്രം കാത്തു സൂക്ഷിക്കാനായിട്ട് കഴിയുന്നു എന്ന് പരിശോധിക്കണം. അത് പരിശോധിക്കപ്പെടുന്നില്ലെങ്കിൽ we are accumulating the God's wrath upon us. നമ്മുടെ ജീവിതത്തിൽ ദൈവകോപം ഇങ്ങനെ ശ്രദ്ധിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് നമ്മുടെ മേലിലേക്ക് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യപ്പെടുമ്പോഴും ദൈവം ദീർഘക്ഷമയൊക്കെ നമ്മളോട് കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ദൈവസന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്നത് we should be genuine. Praise the Lord. We should be very genuine in
our spiritual life. So ഇതായിരുന്നു കപടഭക്തിക്കാരോടുള്ള ദൈവത്തിന്റെ reason for God's judgment. And next, if we look into the next some sections of verses, the realities of God's judgment, ഇതിന്റെ പിന്നിലുള്ള ദൈവത്തിന്റെ ന്യായവിധിയുടെ അല്ലെങ്കിൽ കപടഭക്തിക്കാരോടുള്ള ദൈവത്തിന്റെ ന്യായവിധിയുടെ ചില റിയാലിറ്റി, അതും വളരെ ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ്. 6ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവൻ ഓരോരുത്തരും അവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം കൊടുക്കും. സോ ഗോഡ്സ് ജഡ്ജ്മെന്റ് ഈസ് പേഴ്സണൽ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഞാൻ പ്രൈസ് ദി ലോർഡ് ദൈവം മുമ്പാകെ എങ്ങനെ നിൽക്കുന്നു എന്നുള്ള അടിസ്ഥാനത്തിൽ ദൈവം എന്നോടാണ് ന്യായം വിധിക്കുന്നത്. ഞാൻ എങ്ങനെ നിൽക്കുന്നു എന്നതിന്റെ വെളിച്ചത്തിൽ എൻ്റെ കുടുംബത്തോടോ എൻ്റെ മക്കളോടോ എൻ്റെ ഭാര്യയോടോ ദൈവം ഇടപെടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എങ്ങനെയാണോ എന്ന് വിചാരിച്ച് അത് എന്നോട് ദൈവം അത് ആ നിലയിൽ പെരുമാറുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഗോഡ്സ് ജഡ്ജ്മെന്റ് ഈസ് വെരി പേഴ്സണൽ. അല്ലെങ്കിൽ ദൈവത്തിന്റെ മുമ്പാകെ നാം നിൽക്കുമ്പോൾ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു അനുഭവമല്ല ദൈവം നോക്കുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് പേഴ്സണൽ. അപ്പോൾ കപടഭക്തിക്കാരുടെ ഒരു പ്രത്യേകത, എവരിവൺ ടുഗദർ, എല്ലാവരും ഒന്നിച്ചങ്ങ് പറയും, ഇന്ന ചർച്ചോ അത് മൊത്തം അങ്ങ് കൾട്ടാ, പ്രൈസ് ദി ലോർഡ്, ഇന്ന കൂട്ടായ്മ അവിടെ മൊത്തം ദുരുപദേശമാണ്. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ ഇന്ന സഭയിലും ദൈവത്തിന് വേണ്ടി നീതിയോടെ വളരെ ആത്മാർത്ഥതയോടെ നിൽക്കുന്ന അനവധി ആളുകൾ ഉണ്ടാകാം. സോ ഈ കപടഭക്തിക്കാരുടെ ഒരു ജഡ്ജ്മെന്റൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, ദേ ലംപ് എവരിവൺ ടുഗദർ, അവരെല്ലാവരെയും ഒന്നിച്ചങ്ങ് കൂട്ടും. ഇവരെ അവിടെ മൊത്തം പോയാൽ അവിടെ എല്ലാം നാശമാണ്. സോ ജനറലൈസിങ്. അപ്പോൾ എന്നാൽ ദൈവം പറയുന്നു, പ്രൈസ് ദി ലോർഡ്, അവിടെ എല്ലാം വ്യക്തിപരമായിട്ടാണ്. ദൈവം ഓരോരുത്തരവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം കൊടുക്കുകയാണ്. അവിടെ ഒരു കോർപ്പറേറ്റ് എലമെന്റ് അവിടെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഞാനും നിങ്ങളും എല്ലാം വ്യക്തിപരമായിട്ടാണ് ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ചർച്ച് ഓഫ് ഗോഡ് ദുബായ് എന്ന ഒരു കെയർ ഓഫ് അവിടെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റ് മുളക്കര എന്ന അവിടെ ഒരു കെയർ ഓഫ് ഇല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരും ഓരോരുത്തരായിട്ടാണ് ദൈവത്തിന് മുമ്പാകെ പ്രൈസ് ദി ലോർഡ് നമ്മെ തന്നെ തെളിയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ പ്രൈസ് ദി ലോർഡ്, എന്റെ മാതാപിതാക്കൾ ദൈവത്തിന് വേണ്ടി ശക്തമായി നിന്നു, ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന കെയർ ഓഫിൽ ദൈവം എന്നെ പരിഗണിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു ദൈവദാസനായിരുന്നു, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണെന്ന നിലയിൽ എന്റെ മക്കളെ ആ നിലയിൽ ദൈവം ട്രീറ്റ് ചെയ്യണമെന്നില്ല. എവ്രി വൺ ഷുഡ് ഹാവ് ആൻ ഇൻഡിവിജ്വൽ പേഴ്സണൽ ടച്ച് വിത്ത് ഗോഡ്. ദൈവത്തിന് പ്രൈസ് ഒരു കളക്റ്റീവായിട്ടുള്ള എലമെന്റ് ഇല്ല, പേഴ്സണൽ ആണ്. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല, അവിടെ 7 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഇറ്റ് ഈസ് വെരി എന്ന് പറഞ്ഞാൽ അവിടെ ദൈവത്തിന്റെ ജഡ്ജ്മെന്റ് വളരെ പ്രോപ്പറായിട്ടാണ് ചെയ്യുന്നത്. നോക്കിക്കേ, നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട തേജസ്സും മാനവും അക്ഷയരുടെ അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, ശാഠ്യം കൊണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. അപ്പോൾ ദൈവം പറയുന്നത്, നല്ല പ്രവൃത്തി ചെയ്യുന്നവൻ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് നിത്യജീവനിലേക്ക് പോകാം. എന്നാൽ ശാഠ്യം പിടിക്കുന്ന ആൾക്ക്, ശാഠ്യം കൊണ്ട് സത്യമൊന്നും അനുസരിക്കാത്തവർക്ക് കോപവും ക്രോധവും കൊടുക്കും. പിന്നെ 9ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യ യഹൂദനും പിന്നെ യവനനും ഉണ്ടാകും. ആ വാക്യം വളരെ വ്യക്തമാണ്. ഇവിടെ പൗലോസിനോട് സംസാരിക്കുന്ന റോമാ സഭയിലുള്ള ആളുകളോട് പറയുമ്പോൾ അവരുടെ ജഡ്ജ്മെന്റ്, അവരെല്ലാം ജഡ്ജ്മെന്റ് ചെയ്യുന്ന ആരെയാണ്? ഈ യവനായ ആൾക്കാരെയാണ് പറയുന്നത്. അപ്പോൾ പൗലോസ് പറയുന്ന യവനായക്കാർക്കും ശിക്ഷയുണ്ട്, ജനറലി അവർക്കും ജാതികൾക്കും ശിക്ഷയുണ്ട്. എന്നാൽ ആദ്യം ദൈവം നോക്കുന്നത് നിങ്ങളെയാണ്, യഹൂദന്മാരായ നിങ്ങളെയാണ് ദൈവം ആദ്യം നോക്കുന്നത്. അതിനുശേഷമാണ് ബാക്കിയുള്ളവരെ നോക്കുന്നത്. സോ ദൈവം വളരെ പ്രോപ്പറായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം ആർക്കാണോ ഈ ദൈവ വെളിച്ചം ലഭിച്ചത് അവനെ കൈകാര്യം ചെയ്തിട്ടേ ഉള്ളൂ അതിന് പുറത്തുള്ളവനെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിചാരിക്കുന്നത് ഈ ലോകത്തുള്ള ബാക്കി പാപം ചെയ്ത് ജീവിക്കുന്നവനെ എല്ലാം ദൈവം ആദ്യം പിടിച്ച് അവനെ എല്ലാം പിടിച്ച് ശിക്ഷിക്കാൻ പോകുന്നത് അല്ല. ദൈവം ആദ്യം ന്യായം വിധിക്കുന്നതും ആദ്യം ചെക്ക് ചെയ്യുന്നതും നമ്മളെയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ചെക്ക് ചെയ്തിട്ടാണ് പുറത്തുള്ളവനെ ചെക്ക് ചെയ്യുന്നത്. ഇവിടെ പൗലോസ് അത് തന്നെയാ പറയുന്നത്, ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. ആരും അതിനകത്തൊന്നും മാറി നിൽക്കുന്നില്ല. സോ തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യനും കഷ്ടവും സങ്കടവും ആദ്യം ആർക്ക് വരുന്നു? യഹൂദനും പിന്നെ യവനനും. പിന്നെ 10ാമത്തെ വാക്യം വായിക്കുന്നത്, നന്മ പ്രവർത്തിക്കുന്നത്, അതിന്റെ വളരെ
ആക്യുറസിയിലാണ് കർത്താവ് പറയുന്നത്. നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും അതും ആർക്ക് കിട്ടുന്നത്? ആദ്യം യഹൂദനും പിന്നെ യവനനും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ഈ രണ്ട് വാക്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഹൗ പ്രോപ്പർ ഗോഡ് ഈസ് ഇൻ ഹിസ് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ, ദൈവം തിന്മ പ്രവർത്തിക്കുന്നവന്റെ സാഹചര്യത്തിലും അവൻ ആദ്യ യഹൂദനും പിന്നെ യവനനുമാണ് വെച്ചിരുന്നെങ്കിൽ, നന്മ പ്രവർത്തിക്കുന്ന കാര്യത്തിലും ആദ്യ യഹൂദനും പിന്നെ യവനനും. ദാറ്റ് മീൻസ് ദൈവത്തിന് വേണ്ടി നേരോടെ നിൽക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മെ അനുഗ്രഹിച്ചിട്ട് പ്രൈസ് ദി ലോർഡ് പുറത്തുള്ളവനെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് കഴിയത്തുള്ളൂ. നമ്മെ അനുഗ്രഹിച്ചിട്ട് ദൈവം നമുക്ക് മറ്റൊരാൾക്ക് നന്മയ്ക്ക് വേണ്ടി ദൈവം നോക്കുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മഹത്വവും മാനവും സമാധാനവും ലഭിക്കുന്നത് നന്മ പ്രവർത്തിക്കുന്ന ഓരോ ദൈവ പൈതലിനും ആദ്യം കൊടുക്കും. അതിനുശേഷമേ ഉള്ളൂ ദൈവം പുറത്തുള്ള ഏതവനെങ്കിലും അത് നൽകാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ദൈവം നോക്കിക്കുക, ഹൗ പ്രോപ്പർ ഹി ഈസ് ഇൻ ജഡ്ജ്മെന്റ്, ഇൻ റെസ്പെക്ട് ടു ദി ഈവിൾനെസ്, ഇൻ റെസ്പെക്ട് ടു ദി തിങ്സ് ദാറ്റ് ഹി ഡസ് as an evil person. അവനും കൃത്യമായ നിലയിൽ ദൈവം മറുപടി നൽകുന്നു. നന്മ ചെയ്താലും കൃത്യമായ നിലയിൽ ദൈവം മറുപടി നൽകുന്നു. അടുത്തൊരു വാക്യം ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഹൗ പെർഫെക്റ്റ് ഹി ഈസ്. ദൈവത്തിന് പക്കൽ മുഖപക്ഷമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ പൊക്കമോ നമ്മുടെ സ്വാധീനമോ നമ്മുടെ കഴിവോ നമ്മൾ ഒത്തിരി കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചതാണെന്നോ അല്ലെങ്കിൽ ഒത്തിരി ആത്മാക്കളെ നേടിയ ആളെന്നോ സഭ പണിത് കൊടുത്ത ആളാണെന്നോ ഒന്നും ദൈവം പരിഗണിക്കുന്നില്ല. ദൈവത്തിന്റെ മുമ്പിൽ മുഖപക്ഷമില്ല. ഹി ഡസ് നോട്ട് ഷോ പാർഷ്യാലിറ്റി. അവൻ ഒരിക്കലും പാർഷ്യാലിറ്റി. സോ ദർ ഇസ് എ റിയാലിറ്റി ഓഫ് ഗോഡ് ജഡ്ജ്മെന്റ്. ദ ജഡ്ജ്മെന്റ് ഈസ് വെരി പേഴ്സണൽ, ജഡ്ജ്മെന്റ് ഈസ് വെരി പ്രോപ്പർ ആൻഡ് ജഡ്ജ്മെന്റ് ഈസ് വെരി പെർഫെക്റ്റ്. അതാണ് ദൈവത്തിന്റെ ന്യായവിധി ആരോടുള്ള ബന്ധത്തിൽ, ടുവേഴ്സ് ആൻഡ് ഹിപ്പോക്രൈറ്റ്. ആ കാര്യത്തിൽ ദൈവം വളരെ പ്രോപ്പറായിട്ട് വളരെ പേഴ്സണലായിട്ട് തന്നെ ദൈവം ഇടപെടുന്നു. അതുപോലെ തന്നെ വളരെ പ്രോപ്പറായിട്ട് തന്നെ ദൈവം ഇടപെടുന്നു. വളരെ പെർഫെക്റ്റ് ആയിട്ട് ദൈവം അതിനുവേണ്ടി ന്യായം വിധിക്കുന്നു. അടുത്തൊരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ, സോ ദീസ് ആർ ദ റിയാലിറ്റീസ് ഓഫ് ഗോഡ്സ് ജഡ്ജ്മെന്റ് ടുവേഴ്സ് ദി ഹിപ്പോക്രൈറ്റ്. മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദ ഫൈനൽ റിയലൈസേഷൻ ഓഫ് ഗോഡ് ജഡ്ജ്മെന്റ്. എങ്ങനെയാണ് ഇത് വാസ്തവത്തിൽ ഇനി അവരുടെ ജീവിതത്തിൽ വ്യക്തമാക്കുന്നത്? ആദ്യം നമ്മൾ പറഞ്ഞു ഇതെല്ലാം ഇറ്റ് ഈസ് അക്യുമുലേറ്റിംഗ്. അതെല്ലാം എന്ത് ചെയ്യാണ്? ചരിതിച്ച് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇറ്റ് വിൽ ബി എ ടൈം, ദർ വിൽ ബി എ ടൈം ദാറ്റ് ഇറ്റ് വിൽ ബി റിവീൽഡ്. ആ റിയലൈസേഷൻ 12ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവർ ഒക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. സോ ദൈവത്തിന്റെ ജഡ്ജ്മെന്റിന്റെ റിയലൈസേഷൻ, ദൈവം ന്യായപ്രമാണത്തെ മനസ്സിലാക്കിയിട്ട് ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തതെങ്കിൽ ഗോഡ് വിൽ ജഡ്ജ് അക്കോർഡിംഗ് ടു ദ കോൺഷ്യൻസ്. ആൻഡ് ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തതോ അങ്ങനെയാണെങ്കിൽ ന്യായപ്രമാണത്തിൽ തന്നെ വിധിക്കപ്പെടും. അപ്പോൾ ദൈവത്തിന്റെ മുന്നിലെ ജഡ്ജ്മെന്റിന്റെ ബേസ് എന്ന് പറയുന്നത് പാപമാണ്, ന്യായപ്രമാണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം ഒരിക്കലും നിങ്ങൾക്ക് ഇതൊക്കെ അറിഞ്ഞോ അറിഞ്ഞില്ലായോ എന്നുള്ളതല്ല വിഷയം, നിങ്ങൾ പാപം ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അയ്യോ ഞാൻ ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നല്ലോ, എനിക്കിതൊന്നും അറിയാൻ പറ്റിയില്ലല്ലോ എന്ന കൺസെഷൻ അല്ല അവിടെ ദൈവം കൊടുക്കുന്നത്. നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ടോ, then you should reap the consequence of sin. യെഹെസ്കേലിന്റെ പ്രവചന പുസ്തകം 18ാം അധ്യായം അതിന്റെ 4-20 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ പാപം ചെയ്ത ദേഹി മരിക്കണം, പാപം ചെയ്ത വ്യക്തി മരിക്കണം. സോ ഗോഡ് ഈസ് ഡീലിംഗ്, ഗോഡ്സ് ബേസിസ് ഓഫ് ജഡ്ജ്മെന്റ് ഈസ് നോട്ട് അപ്പോൺ the law, but it is upon the matter of sin. ദൈവം ന്യായപ്രമാണം ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്നതല്ല, അതിനപ്പുറത്ത് ദൈവം ന്യായം വിധിക്കുന്നത് ഈ പാപം ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പ്രൈസ് ദി ലോർഡ്. പാപം ചെയ്ത വ്യക്തിയാണെങ്കിൽ മരിക്കണം, അതിനൊരു ശിക്ഷ ലഭിക്കും. ബട്ട് there is a classification. അത് ന്യായപ്രമാണത്തിന് മുമ്പാണെങ്കിൽ ന്യായപ്രമാണം ഇല്ലാതെയും, ന്യായപ്രമാണത്തിന് ശേഷമാണെങ്കിൽ ന്യായപ്രമാണത്തിലൂടെ
ദൈവം നമ്മളോട് ന്യായം വിധിക്കുന്നു. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പ്രമാണം അനുസരിച്ച്, പ്രമാണം മനസ്സിലാക്കി, പ്രമാണത്തിൽ ജീവിക്കുന്ന നമ്മളെല്ലാവരും പ്രൈസ് എത്രമാത്രം ദൈവത്തിന് മുമ്പാകെ we will be under the wrath of that judgment. കാരണം നമ്മൾ പ്രമാണം അറിഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പ്രമാണം അനുസരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അവരുടെ ഒരു 13ാമത്തെ വാക്യത്തിൽ ഒരു ക്ലോസ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ. ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതിമാന്മാർ. അവിടെ നമുക്കൊരു താഴോട്ട് വായിക്കുമ്പോൾ അവരുടെ മനസാക്ഷിയുടെ സാക്ഷ്യം 15ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണം ഇല്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. അടുത്ത വാക്യം ശ്രദ്ധിച്ചോണം, 15. അവരുടെ മനസാക്ഷിയുടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്ത് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ ദൈവം എങ്ങനെ ശിക്ഷ വിധിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി കോൺസൈൻസ്, അവന്റെ മനസാക്ഷിക്ക് അനുസൃതമായി. ചില ആളുകൾ പറയാറുണ്ടല്ലോ, തിരുവചനം അല്ലെങ്കിൽ ഇതുവരെയും ഈ സുവിശേഷം അറിയാത്ത ആള്, ദൈവികമായ വെളിപ്പാട് ഒരിക്കലും പ്രാപിച്ചിട്ടില്ലാത്ത ആള്, അവനെ എങ്ങനെ ന്യായം വിധിക്കുമെന്ന് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്. ഇൻ വാട്ട് ബേസിസ് ദേ വിൽ ബി ജഡ്ജ്ഡ്? തീർച്ചയായിട്ടും ദൈവം അവരോട് അവരുടെ മനസാക്ഷിയുടെ വെളിച്ചത്തിൽ അവരോട് വ്യവഹരിക്കുമെന്നതാണ് ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ വെളിച്ചം എന്ത് ചെയ്തു? സകല മനുഷ്യരുടെ മേലും വന്നെന്നാണ് അവിടെ രേഖപ്പെടുത്തിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1:9 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യനും, doesn't matter he is a Christian or a Muslim or a Christian or a Hindu or any religion, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നു. സോ ഗോഡ് ഈസ് ഷോൺ ഹിസ് ലൈറ്റ് ടു ഓൾ. അപ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന ഒരു പ്രത്യേകത ഇതാണ്. ഞാൻ ഇവിടെ റോമാലേഖനത്തിൽ നല്ല മനസാക്ഷി എന്ന വാക്കിൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. സോ എവ്രി വൺ ഹാസ് ബീൻ ഗിവൺ ദി ലൈറ്റ്. എല്ലാവർക്കും ദൈവം വെളിച്ചം കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ക്രിസ്ത്യാനികൾ, പെന്തക്കോസ്തുകാരായ കുറച്ചു പേർക്ക് മാത്രമല്ല ദൈവം ഈ പ്രകാശനം കൊടുത്തിട്ടുള്ളത്. എല്ലാ മനുഷ്യർക്കും പ്രകാശനം ദൈവം കൊടുത്തിട്ടുണ്ട്. ബട്ട് ദ പ്രോബ്ലം ഈസ് സം ഹാസ് റിസീവ്ഡ് ദ ലൈറ്റ് ഇൻ എ വെരി ഡിം ഫോം. വളരെ മങ്ങിയ നിലയിലാണ് ചിലർ ഈ വെളിച്ചത്തെ എന്ത് ചെയ്യുന്നത്, പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർ ആ മങ്ങലിൽ തന്നെ നിൽക്കുന്നു. എന്നാൽ ആരെങ്കിലും if they want to go more nearer to the light, they can see the light is expanding and light is coming very brighter. Praise the Lord. അപ്പോൾ ഈ ലോകത്തിലേക്ക് ജനിച്ച ഇവിടെ ജീവിക്കുന്ന എല്ലാവരുടെ മേലും ദൈവം ഈ വെളിച്ചം കൊടുത്തിട്ടുണ്ട്. എന്നാൽ some live in a dim way, or some move away from the light and live in a darkness. Some may live in a dim light. നമുക്കറിയാമല്ലോ, ഒരു വെട്ടം കാണുമ്പോൾ, ദൂരെ നിന്നൊരു വെട്ടം കാണുമ്പോൾ ഒരു മങ്ങ വെട്ടമാണ് കാണുന്നത്. ഇനി ആ വെട്ടം കൂടുതൽ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആ വെട്ടത്തിന്റെ അടുത്തേക്ക് നടന്ന് നീങ്ങണം. അങ്ങനെ നമ്മൾ വെട്ടത്തിന്റെ അടുത്തേക്ക് നടന്ന് നീങ്ങുമ്പോഴാണ് ആ വലിയ പ്രകാശം നമ്മുടെ മൊത്തം പ്രകാശിപ്പിക്കുന്ന ഒരു പ്രകാശത്തിലേക്ക് നമ്മൾ ചെന്ന് എത്തുന്നത്. സോ ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിലും അത് സകല മനുഷ്യരുടെ മേലും ആ പ്രകാശനം ദൈവം അയച്ചിട്ടുണ്ട്. That is that conscience of God, something that can relate to God. ദൈവവുമായിട്ട് അവർക്ക് ബന്ധപ്പെടാൻ പറ്റുന്ന ആ പ്രകാശം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. Some just viewed in a very dim way. അതിനെ വളരെ മങ്ങിയ നിലയിലാണ് ചിലർ കാണുന്നത്. അതുകൊണ്ട് അവർക്ക് ആ കണ്ട വെളിച്ചത്തിന്റെ അനുസരിച്ച് ദൈവം അവരോട് ന്യായം വിധിക്കും. തീർച്ചയായിട്ടും ന്യായം വിധിക്കും. എന്നാൽ പ്രൈസ് ദി ലോർഡ്, വെളിച്ചത്തിൽ വസിച്ച്, നമ്മൾ വെളിച്ചത്തിൽ കുളിച്ച്, ഒരു ഹാലജൻ വെട്ടത്തിൽ കിടക്കുന്ന പോലെ കിടക്കുന്ന പ്രകാശത്തിൽ കിടക്കുന്ന നമ്മൾ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ പ്രമാണം തെറ്റിച്ചാൽ ഉണ്ടാകുന്ന ഗൗരവം എന്താണെന്നുള്ളത് പറയാനാണ് ഞാൻ അത് ഉദ്ദേശിച്ചത്. പ്രൈസ് ദി ലോർഡ്, നമ്മൾ പ്രകാശത്തിന്റെ അകത്ത് കുളിച്ച് കിടക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, നമുക്ക് ഈ ന്യായപ്രമാണത്തിന്റെ പൂർണ്ണത നമ്മളിലേക്ക് പകരപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ ന്യായപ്രമാണം തെറ്റിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ഒരുപക്ഷെ ഇതറിയാൻ വയ്യാത്തവനെ ദൈവം അവന്റെ മനസാക്ഷിക്ക് അനുസൃതമായി ന്യായം വിധിക്കും. കാരണം ബിക്കോസ് he has received a dim light,
അവനെ അതിനനുസരിച്ച് ന്യായം വിധിക്കും. എന്നാൽ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഈ ഡിം ലൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് സംതിങ് എ ഗൈഡ്. ഇതൊരു ഒരു മാർഗരേഖയല്ല. എന്നാൽ ഇറ്റ്സ് എ പോയിന്റ്. അതുകൊണ്ട് അവിടെ വെളിച്ചമുണ്ട് കേട്ടോ, അങ്ങോട്ട് പോക്കണം. അതുകൊണ്ട് അവിടെ വെളിച്ചമുണ്ട്. ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള മനസാക്ഷി മാത്രമേ ലഭിക്കുന്നുള്ളൂ. എന്നാൽ ഏത് വ്യക്തിയാണോ ഈ വെളിച്ചത്തിലേക്ക് കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുന്നത്, അവന് ദൈവവുമായിട്ടുള്ള ബന്ധമുണ്ടാകുകയും ദാറ്റ് വിൽ ബ്രിങ് ഇൻ ടു ദ ലൈഫ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിലുള്ള ജീവനിലേക്ക് അവനെ എത്തിക്കും. നോക്കിക്കോണം. അപ്പോൾ ഒരാൾ പ്രകാശം കണ്ടിട്ട് ആ പ്രകാശം ഒരു പാതയല്ല, പ്രകാശം ഒരു ഗൈഡ് അല്ല, ജസ്റ്റ് ഒരു ചൂണ്ടുവലയാണ്. ദിസ് ഇസ് റൈറ്റ്, ദിസ് ഇസ് റോങ്, യു ക്യാൻ മൂവ് അറ്റ് എനി സൈഡ്. എന്നാൽ ഏതെങ്കിലും മനുഷ്യൻ ആ സത്യ വെളിച്ചത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവനിൽ ഉണ്ടാകുന്നതാണ് യേശു ക്രിസ്തുവിനാൽ ഉണ്ടാകുന്ന ഒരു മാനസാന്തരം, യേശു ക്രിസ്തുവിനാൽ ഉണ്ടാകുന്ന ഒരു നിത്യജീവൻ. സോ വി ആർ പ്രിവിലേജ്ഡ് ടു ട്രാവൽ ഓർ അപ്രോച്ച് ടു ദാറ്റ് ബിഗർ ലൈറ്റ് so that we could receive Jesus Christ as our personal savior. എന്നാൽ ചിലർ ഇപ്പോഴും അന്ധകാരത്തിൽ ഡിം ലൈറ്റിൽ ജസ്റ്റ് നിൽക്കുകയാണ്. They are just only on the pointer side of right and wrong, but they have not yet reached to Jesus Christ. യേശു ക്രിസ്തുവിലേക്ക് അവർ എത്തിയിട്ടില്ല, യേശു ക്രിസ്തുവിന്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല. എന്നാൽ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ആകുന്ന വെളിച്ചത്തിലേക്ക് വന്നിരിക്കുന്ന നമ്മൾ, പ്രൈസ് ദി ലോർഡ്, നമ്മൾ ദൈവത്തിന്റെ കോപത്തെക്കുറിച്ച്, ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ച് വളരെ ബോധ്യമുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. കപടഭക്തിയുടെ അനുഭവങ്ങളെ മാറ്റിയിട്ട് ദൈവം നമ്മെ യഥാർത്ഥമായ ദൈവിക ബന്ധത്തിലേക്ക് വരാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 16-ാമത്തെ വാക്യം വായിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്താനായിട്ട് പോവുകയാണ്. അവിടെ വായിക്കുന്നത് 16-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിച്ചു നിർത്തുന്നത്. The last words of that section, 1-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യം, ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. Praise the Lord. Every secret will be revealed on that day. നമ്മൾ രഹസ്യമായി ചെയ്തതും എല്ലാ പാപവും എന്ത് ചെയ്യുന്നു? അന്ന് ന്യായം വിധിക്കുന്ന നാളിൽ. പ്രൈസ് ദി ലോർഡ്. പണ്ട് പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞ ഒരു പ്രസംഗം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. സുകുമാരക്കുറുപ്പിനെ ഇതുവരെയും കേരളത്തിൽ കണ്ടുകിട്ടാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഒരു പിടികിട്ടാ പുള്ളിയാണ്. പഴയ ആൾക്കാർക്കൊക്കെ അറിയാം സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. സുകുമാരക്കുറുപ്പിനെ ഇതുവരെ നമ്മൾ ആരും കണ്ടിട്ടില്ല. അദ്ദേഹത്തെ ഡിക്ലെയർഡ് ആസ് പിടിക്കപ്പെടാത്തതായ ഒരു കുറ്റവാളിയായിട്ട് അദ്ദേഹത്തെ വിധിച്ചിരിക്കുകയാണ്. എന്നാൽ പ്രൈസ് അന്ന് പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞ പ്രസംഗം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇയാളെ കാണാം, ഇയാൾ എവിടെ നിൽക്കുന്നതെന്നുള്ളത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം. സോ എവറിത്തിങ് വിൽ ബി റിവീൽഡ്. പ്രൈസ്. ദൈവം യേശു ക്രിസ്തു മുഖാന്തരം മനുഷ്യ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. സോ ദർ വുഡ് ബി വൺ ഡേ നമ്മുടെ മൂടുപടമെല്ലാം പൊളിക്കുന്ന ഒരു സമയമുണ്ട്, നമ്മുടെ കപടത എല്ലാം പൊഴിഞ്ഞു പോകുന്ന ഒരു സമയമുണ്ട്. അവിടെ വെച്ച് കാണുമ്പോൾ കാണാം, അയ്യോ ഇത് നമ്മുടെ ബോബി പാസ്റ്റ് അല്ലേ, എന്റെ പേര് തന്നെ പറഞ്ഞിട്ട് കുഴപ്പമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഈ ന്യായത്തിന്റെ മുകളിൽ വെളിപ്പെട്ട് വരുമ്പോൾ നമ്മുടെ കപടഭക്തി, കപടത എല്ലാം അവിടെ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. സോ ഗോഡ് ഈസ് റിയലി ജഡ്ജ്മെന്റൽ ടുവേഴ്സ് ദി ഹിപ്പോക്രൈറ്റ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, റോമാ സഭയോടുള്ള ഒരു ദൂതായി പൗലോസ് ഇവിടെ ഓർമ്മപ്പെടുത്തുമ്പോൾ ദൈവ ആത്മാവിന്റെ നിയോഗത്താൽ ദൈവത്തിന്റെ നീതിയുള്ള വിധി, he is very righteous in respect to his judgment. അവന്റെ ന്യായവിധിയോടുള്ള ബന്ധത്തിൽ അവൻ വളരെ കൃത്യതയുള്ള ആളാണ്. കർത്താവ് വളരെ കൃത്യമായി നമ്മളോട് ന്യായം വിധിക്കും. അതുകൊണ്ട് we don't have a space to escape. അതുകൊണ്ട് നമ്മുടെ കപടതയുടെ എല്ലാ അനുഭവങ്ങളെയും വിട്ടെറിഞ്ഞിട്ട് ദൈവസന്നിധിയിൽ നീതിയോടെ നിൽപ്പാനായി കർത്താവ് നമ്മെ എല്ലാവരെയും ശക്തീകരിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ കേൾപ്പിച്ചതായി നല്ല ആലോചനകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. റോമാലേഖനം 2-ാം അധ്യായം 1 മുതൽ 16 വാക്യങ്ങൾ വരെ ഞങ്ങൾ ചിന്തിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു സത്യമുണ്ട്: ദൈവം നീതിമാനാണ്. ഞങ്ങളുടെ കപടതകളെല്ലാം ദൈവം ഒരുപക്ഷെ ദീർഘക്ഷമയുടെ കണ്ണിലൂടെ, ദയയുടെ സാഹചര്യത്തിൽ അതൊന്നും ഞങ്ങളോട് വ്യവഹരിക്കുന്നില്ല. എന്നാൽ there would be a time
ഒരു നാളിൽ ഇതെല്ലാം ഞങ്ങളോട് കണക്ക് ബോധിപ്പിക്കുന്ന ഒരു നാളുണ്ടല്ലോ കർത്താവെ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ജീവിതം കർത്താവുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ, നല്ല റിലേഷൻഷിപ്പിൽ, ആ ദൈവസ്നേഹത്തിന്റെ ബന്ധത്തിൽ നിലനിർത്തിക്കൊണ്ട് കപടതയുടെ ഏതൊരു ആദേശവും ഞങ്ങളിൽ നിന്ന് മാറ്റി ഒരു പൂർണ്ണ നിർമ്മല ഹൃദയം നൽകി ഹല്ലേലൂയ ഞങ്ങളുടെ ആത്മജീവിതത്തെ മുന്നോട്ട് നയിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ടിരിക്കാൻ സ്തോത്രം. എല്ലാ മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ദൈവം